ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 55x5 എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. നിങ്ങൾ പലരുടെയും യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ പല തവണയായിട്ട് കണ്ടിട്ടുള്ള ഒരു ടെക്നിക്കായിരിക്കും ഇത്. എന്നാൽ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും സ്നേഹവും കെയറും ഒക്കെ കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമാണ് നിങ്ങൾക്കെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. അതല്ലെങ്കിലും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണോ ഇഷ്യൂ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്നേഹവും കെയറും കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം മെത്തേഡിനെ പറ്റി ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അഫർമേഷനിലോട്ട് വരാം. 55x5 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 55 തവണ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യണം, എഴുതണം. അത് തുടർച്ചയായിട്ട് 5 ദിവസം എഴുതണം. അത് ഏറ്റവും ഷോർട്ട് ആക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ 1-2 വരികളിൽ തീരുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്നേഹവും കെയറും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ടൈമിംഗ് രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയമാണ്. ഒരേ സമയം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ആ ഒരു അഫർമേഷൻ ഇതാണ്: കൈന എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൈന എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആരിൽ നിന്നാണോ സ്നേഹവും കെയറും ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ പേരാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, കൈന എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളതാണ് അഫർമേഷൻ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഈ സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ തോട്ടിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ആ ഒരു നന്ദി എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹാർട്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി വളരെ പോസിറ്റീവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു അഫർമേഷനിലൂടെ ഒരു ഡബിൾ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ഇത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ വഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പേന നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് എഴുതുമ്പോൾ അതൊരു തവണയല്ല എഴുതുന്നത്, 55 തവണ ഒരു ദിവസം റിപ്പീറ്റ് ചെയ്ത് എഴുതുകയും അടുത്ത ദിവസം വീണ്ടും അത് റീകോൾ ചെയ്ത് വീണ്ടും നമ്മൾ എഴുതുകയും ചെയ്യുമ്പോൾ അങ്ങനെ 5 ദിവസത്തെ ഒരു പ്രോസസ്സിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് എത്തുകയും നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിലോട്ടാവുകയും നിങ്ങളുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകുന്നു, പോസിറ്റീവ് വൈബ്രേഷൻ. സോ 100% ഗ്യാരണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷേ കുറച്ച് സമയം എഴുതാൻ വേണ്ടിയിട്ട് മെനക്കെടണം, അതൊന്ന് ചെയ്തു നോക്കുക. അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. ഒരുപാട് ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ അത് ലോജിക്കൊക്കെ നിങ്ങൾ വിടുക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. റിസൾട്ട് കിട്ടുമോ ഇല്ലെന്ന് നോക്കുക. റിസൾട്ട് കിട്ടും, 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ കോഴ്സുണ്ട്, 21 days നീണ്ടു നിൽക്കുന്ന. അതിൽ കുറേ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും തിയറീസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്, ജോയിൻ ചെയ്യാൻ. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്യേണ്ട, അതിനുള്ള പൈസയൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലീഡിങ് ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങൾ ചെറിയ പൈസയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അത് പർച്ചേസ് ചെയ്യുക, വായിക്കുക. ഏതൊക്കെ പുസ്തകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി റോണ്ട ബേൺ എഴുതിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. സീക്രട്ട്, മാജിക്, പവർ, ഹീറോ, ദ ഗ്രേറ്റ് സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ. പിന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. 365 ടീച്ചിങ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം ബുക്സുകളുണ്ട്. ഞാനിപ്പോൾ റോണ്ട ബേണിൻ്റെ മാത്രം പറഞ്ഞത് ആ ഒരു ലാംഗ്വേജ് പെട്ടെന്ന് ചില ആളുകൾക്ക് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷാണ്.
അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മലയാളത്തിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് സീക്രട്ട് അവൈലബിൾ ആണ്, മാജിക് അവൈലബിൾ ആണ്, പവർ അവൈലബിൾ ആണ്, ദ ഗ്രേറ്റ് സീക്രട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിലുള്ള കുറച്ച് സീക്രട്ടുകളും രഹസ്യങ്ങളും കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളൊരു വീഡിയോയിൽ കാണുക അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒന്നുകൂടി ഡെപ്തിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് 55x5 മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.